എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എങ്ങനെയാണ് നേഴ്സായിട്ട് ജർമ്മനിക്ക് പോകുക എന്നുള്ളത്. നേഴ്സായിട്ട് നിങ്ങൾ ജർമ്മനിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു GNM അല്ലെങ്കിൽ ഒരു BSc നേഴ്സിംഗ് കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് ചില സ്ഥലങ്ങളിൽ അവരൊരു എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അത് കൂടാതെ നിങ്ങൾക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു B2 ലെവൽ നിങ്ങൾ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് ജർമ്മൻ ലാംഗ്വേജ് B2 ലെവൽ കംപ്ലീറ്റ് ആക്കിയിരിക്കണം. അത് ഒന്നെങ്കിൽ ഗോയിത്തെ ആകാം അല്ലെങ്കിൽ ടെൽക്കാകാം. ഏതായാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഗോയിത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ്. ഗോയിത്തയിൽ പോയി പഠിച്ച് A1 A2 B1 B2 ഫുള്ള് ക്ലിയർ ആക്കി വന്നു കഴിഞ്ഞ് നിങ്ങൾ ലാംഗ്വേജ് ഓക്കെ ആയി B2 സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ജർമ്മനിക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ അതിന് മുമ്പേ നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രോസസ്സിങ് കാര്യങ്ങൾ ചെയ്യാം. അതിന് ഒരു A1 A2 നിങ്ങൾ പാസ്സായി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളിലേക്ക് SLC +2 അങ്ങനെ നേഴ്സിംഗ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം കൂടെ ഇൻക്ലൂഡിങ് നിങ്ങൾ ട്രാൻസ്ക്രിപ്റ്റ് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളവരില്ലെങ്കിൽ ജർമ്മനിയിൽ നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറഞ്ഞ് ജർമ്മനിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിക്കുക. അവർക്ക് അയച്ചു കൊടുത്തിട്ട് ഒരു ഏജൻസി മുഖേന ചെയ്യുന്നതെങ്കിൽ അവർക്ക് അയച്ചു കൊടുത്താൽ അവർ ആ കാര്യങ്ങൾ ചെയ്തോളൂ. അവർക്ക് നമ്മൾ അതിനുള്ള പൈസ കൊടുത്താൽ മതി. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയെന്ന് പറയുന്നത് ആ ട്രാൻസ്ലേഷനും മറ്റേ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് ഏതൊരു സ്റ്റേറ്റിലോട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സ്റ്റേറ്റിലേക്ക് അതിൻ്റെ അതോറിറ്റിയിലേക്ക് നമ്മൾ ഇത് അയച്ചു കൊടുക്കുകയാണ്. ഈ സർട്ടിഫിക്കറ്റുകൾ അയച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഏകദേശം 6 to 8 മന്തിൻ്റെ സമയത്ത് അവർ റെക്കഗ്നൈസേഷൻ ചെയ്യുക എന്ന് പറയും. നമ്മുടെ ഏകദേശം നമ്മൾ പഠിച്ച നഴ്സിംഗ് എക്സ്പീരിയൻസ് എല്ലാം വെച്ചിട്ട് അവിടെ ജർമ്മൻ ലെവലിലുള്ള നേഴ്സിംഗുമായിട്ട് കമ്പയർ ചെയ്ത് അതിന് ഏകദേശം ഇക്വാലൻ്റ് ആണോ എന്ന് നോക്കുന്നതാണ്. ഏകദേശം ഓക്കെ ആണ് എങ്കിൽ അവർ ഫുൾ അക്സെപ്റ്റൻസ് തരും, ഫുൾ റെക്കഗ്നൈസേഷൻ തരും. അതല്ലെങ്കിൽ പാർഷ്യലായിരിക്കും കിട്ടുന്നത്. അങ്ങപ്പം ഫുള്ള് കിട്ടാത്ത സമയത്ത് നമുക്ക് ചില സമയങ്ങളിൽ നമുക്ക് വരുന്ന കാര്യങ്ങളാണ്. പാർഷ്യലായിട്ട് കിട്ടുന്നവർക്ക് അവരൊരു സജഷൻ തരുന്നതാണ് അൻപാസിംഗ് ലഹറും ഓരക്കൻറ്റനസ് പ്രൂഫും. അതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്ത് അതിന് ഇക്വാലൻ്റ് ആക്കുക എന്ന് പറയുന്നത്. ആ കടമ്പ കഴിഞ്ഞാൽ മാത്രമേ നമുക്കത് ഈ B2 ലെവൽ പാസ്സായാൽ പോലും നേഴ്സായിട്ട് അവിടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുവരെ നമുക്ക് നഴ്സിംഗ് അസിസ്റ്റൻ്റ് പോലെയുള്ള ജോബുകളെ ചെയ്തുള്ളൂ. നമ്മൾ ആ വിസയിലാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ എംപ്ലോയറിൻ്റെ അണ്ടറിൽ നമ്മൾ വിസയ്ക്ക് വെച്ച് കഴിഞ്ഞ് ഈ പേപ്പറെല്ലാം സബ്മിറ്റ് നമ്മുടെ ലോക്കൽ ജർമ്മൻ എംബസി ഉണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ നിന്നാണ് ഇന്ത്യ സബ്മിറ്റ് ചെയ്യുന്നവർക്ക് അവിടുത്തെ ലോക്കൽ എംബസിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ പാസ്പോർട്ട് അടക്കം വേണം. അപ്പം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് വിസ അടിച്ച് കഴിഞ്ഞ് നമ്മളെ എംപ്ലോയറിൻ്റെ അടുത്ത് ചെല്ലുകയും നമുക്ക് ഈ അൻപാസും ലഹറിനാണ് അതിനുള്ള ക്ലാസ്സുകൾ തരുന്നത്. ചില ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിട്ട് തന്നെ അവർ പഠിപ്പിക്കും. ആഴ്ചയിൽ ഒരാഴ്ച അങ്ങനെയൊക്കെ, മാസത്തിൽ ഒരാഴ്ച അങ്ങനെയൊക്കെ രീതിയിൽ. അതുപോലെ കെൻഡൻസ് പ്രൂഫും കാണാൻ നിങ്ങൾ നല്ലപോലെ പഠിക്കണം. വളരെ പാടാണ്. അൻപാസും ലഹറും ആണെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു വൈബ് പോലെയാണ്. എന്നാലും പഠിക്കാനുണ്ട്. ഒത്തിരി നേഴ്സിംഗ് കണ്ടീഷനിൽ പലതും പഠിച്ചിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വൈവിയായിട്ട് ചോദിക്കുന്നത്. കെൻഡൻസ് പ്രൂഫും ആണെങ്കിൽ അതിലും ടഫാണ്. അപ്പോൾ അത് സാധാരണ രീതിയിൽ 2 ചാൻസുകളൊക്കെ ഉള്ളൂ കെൻഡൻസ് പ്രൂഫിങ്ങിന്. അപ്പോൾ അത് പാസ്സാകുക അത്ര ഈസി ആയല്ല. അപ്പോൾ നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആക്സെപ്റ്റൻസിൻ്റെ വരുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഏതാണ് അവർ സജസ്റ്റ് ചെയ്തേക്കുന്നത്. കെൻഡനസി ആണോ അൻപാസിംഗ് ആണോ എന്ന്. അൻപാസിംഗ് ആണെങ്കിൽ അല്ല കെൻഡനസി ആണെങ്കിൽ നിങ്ങളൊരു സ്റ്റേറ്റ് മാറ്റി കൊടുക്കാൻ ഏജൻറ്റിനോട് പറയുന്നത് നല്ലതായിരിക്കും. കാരണം അൻപാസിംഗ് കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് അതാണ് ഈസി. അത് പാസ്സാകാനും ബാക്കി കാര്യങ്ങൾക്കും അത്ര പാടില്ല. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് കഴിഞ്ഞാൽ നമുക്ക് വിസ കിട്ടിക്കഴിഞ്ഞാൽ അൻപാസിംഗ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇത്രയും കടമ്പകൾ കഴിഞ്ഞാൽ മാത്രമേ ഒരാൾക്ക് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഫുൾ ആക്സെപ്റ്റൻസ് കിട്ടി പോകുന്നവർക്കാണെങ്കിൽ ഇങ്ങനത്തെ പാടുകളൊന്നുമില്ല. പക്ഷേ ഇത് ഫുള്ള് നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഒരു ഉറപ്പില്ല. നമ്മൾക്ക് കൊടുത്ത സ്റ്റേറ്റിനനുസരിച്ചിരിക്കും, നമ്മുടെ ആ അതോറിറ്റിയിൽ അവർ നോക്കുന്നവരും അനുസരിച്ചിരിക്കും. ചിലപ്പം GNM ആയവർക്ക് ചിലപ്പം എക്സ്പീരിയൻസ് 10 വർഷമൊക്കെ ഉള്ളവർക്ക് കിട്ടുന്നവരുണ്ട്. അതേസമയം BSc കഴിഞ്ഞ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് കിട്ടാത്തവരുണ്ട്. ഇറ്റ്സ് ഡിപ്പെൻസ്. അപ്പം അത് നോക്കി നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. അപ്പം
ഇത്രയേ ഉള്ളൂ ഒരു നേഴ്സായിട്ട് ജർമ്മനിയിൽ വർക്ക് ചെയ്യാനുള്ള പ്രോസസ്സിങ്.